ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്തുക സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. പരിസ്ഥിതി മലിനീകരണം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് കടുത്ത ഭീഷണിയായി തീരുന്നു എന്ന സത്യം ഭരണകർത്താക്കൾ തിരിച്ചറിഞ്ഞ് കരുതൽ നടപടികൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫാക്ടറികളിൽ നിന്നും വരുന്ന മലിന ജലവും വാഹനങ്ങളുടെ പുകയും നിയന്ത്രണ വിധേയമാക്കുവാൻ ശ്രമം നടക്കുന്നുമുണ്ട്. ആ ശ്രമങ്ങൾ വിജയത്തിലെത്തുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. പല വാർത്താ മാധ്യമങ്ങളും സ്വദേശത്തും വിദേശത്തുമുള്ള പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ ദൂരവ്യാപകമായ വിപത്തുകളെപ്പറ്റി അറിയിക്കുന്നുമുണ്ട്. പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ വിപത്തിനെക്കുറിച്ച് ആകുലപ്പെടുന്ന മാധ്യമങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും മറന്നുപോകുന്നതോ കണ്ടില്ല എന്ന് നടിക്കുന്നതോ ആയ ഒന്നാണ് മനുഷ്യൻ്റെ ശാരീരിക മനസ്സുകളെ നശിപ്പിക്കുന്ന ആന്തരിക മലിനീകരണം. അതേപ്പറ്റിയും അതിൻ്റെ വിനാശകരമായ ഫലങ്ങളെപ്പറ്റിയും മനുഷ്യരെ ബോധവൽക്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും ചിന്താശക്തിയും അവൻ്റെ മസ്തിഷ്കത്തോട് ചേർന്ന വിഷയമാണ്. കോപം, ദ്രോഹബുദ്ധി, അലസത, നശീകരണ പ്രവണത തുടങ്ങിയുള്ള വികാരങ്ങൾ ശരീരത്തിന് ഹാനികരമായ ചില രാസസംയുക്തങ്ങൾ ജനിപ്പിക്കുന്നു. അവയിൽ ചിലത് മാരകമായതുമാണ്. രമ്യവും സന്തോഷപ്രദവുമായ വികാരങ്ങളും ചില രാസസംയുക്തങ്ങളെ ഉളവാക്കുന്നുണ്ട്. ഇവ ശരീരത്തിന് പ്രയോജനവും ഉപകാരവുമായി തീരുന്നവയും ആണ്. ഇവ ഓരോന്നും തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ഇന്ന് വ്യക്തമായി ശാസ്ത്രലോകം മനസ്സിലാക്കി വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ആ നിലയിലുള്ള പഠനം അത്രത്തോളം പുരോഗമിച്ചു എന്ന് സാരം. ശരീരകോശങ്ങൾക്ക് ഉന്മേഷവും ഊർജവും പ്രദാനം ചെയ്യുന്ന വ്യായാമ മുറകളും ഇക്കാലത്ത് നിലവിലുണ്ട്. ഓരോ ചീത്ത വികാരവും ശരീരത്തിൽ ഓരോ രാസപ്രവർത്തനം ഉണ്ടാക്കുന്നു എന്ന് വിദഗ്ധർ പറയുന്നു. പുകവലി, മദ്യപാനം മുതലായ ദുശ്ശീലങ്ങൾക്ക് പുറമേ മറ്റു പലതും മനുഷ്യ ശരീരത്തെ നശിപ്പിക്കുന്നവയായിട്ടുണ്ട്. കോപം ഉമിനീരിൻ്റെ രാസഘടനയിൽ പരിവർത്തനമുണ്ടാക്കി ഒരുതരം വിഷമായി തീരുന്നു എന്ന് ഗവേഷകർ പറയുന്നു. അതിനാൽ വചനം പറയുന്നു, കോപിക്കരുത് എന്ന്. കോപിച്ചാൽ പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത്. പിശാചിനിടം കൊടുക്കരുത് എന്ന് എഫെസ്യ ലേഖനം 4:26 പറയും. പിശാചിന് കയറിയിരുന്ന് അരുതാത്തതൊക്കെ ചെയ്യുവാൻ പറ്റിയ സന്ദർഭമാണ് കോപിക്കുന്ന മനുഷ്യനിൽ ഉളവാകുന്നത്. അതിനാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളെ ഒഴിവാക്കിയിരിക്കാൻ ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ. കോപാക്രാന്തയായ ഒരു അമ്മ കുഞ്ഞിനെ മുലയൂട്ടിയാൽ വിഷമയമായ പാലാണ് കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത് എന്നറിയുക. ഗർഭാശയത്തിലും സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ക്യാൻസർ രോഗത്തിൻ്റെ ഒരു കാരണക്കാരൻ അമിതമായ ഉത്കണ്ഠയും ആകുല ചിന്തയുമാണ് എന്ന് ഡോക്ടർമാർ പറയുന്നു. ആഴമായ കുറ്റബോധമുണ്ടാക്കുന്നവർക്ക് വിയർപ്പ് അനുഭവപ്പെടാറില്ലേ? സാധാരണയായി ഉണ്ടാകുന്ന വിയർപ്പിൽ നിന്ന് വ്യത്യാസപ്പെട്ടതായിരിക്കും അത്. കോപം, സന്തോഷം, അസൂയ, മോഹഭംഗം മുതലായ വികാരങ്ങൾ ഉണ്ടാകുമ്പോഴും ദേഹത്ത് പൊടിക്കുന്ന വിയർപ്പിനും വ്യത്യാസമുണ്ടായിരിക്കും. വിയർപ്പിൻ്റെ ഗന്ധത്തിൽ തന്നെ വ്യത്യാസം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ രാസഘടന പരിശോധിച്ച് ഏത് വികാരം മൂലമാണ് ദേഹം ഉയർത്തത് എന്ന് ആധുനിക ശാസ്ത്രം മനസ്സിലാക്കി തുടങ്ങിയിട്ടും ഉണ്ട്. ടെൻഷൻ ഛർദിക്കും വയറിളക്കത്തിനും കാരണമാകാറുണ്ട്. തീവ്രമായ കോപവും വല്ലാത്ത ഭയവും മഞ്ഞപ്പിത്തം ഉണ്ടാക്കുവാനും വരെ കാരണമാകുന്ന ഒന്നാണത്രേ. ദുർവികാരങ്ങളും വിചാരങ്ങളും ആപൽക്കരമായിരിക്കുന്ന വിഷം ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റിയ സാഹചര്യം ഒരുക്കുവാൻ പോകുന്നതാണ്. മനുഷ്യൻ്റെ പരിസ്ഥിതി മലിനീകരണത്തേക്കാൾ ഗുരുതരമായ പ്രശ്നമല്ലേ അവൻ്റെ ആന്തരിക മലിനീകരണവും അതുമൂലമുള്ള ആപത്തുകളുമൊന്ന് ചിന്തിക്കേണ്ടതല്ലേ? അപ്രകാരം ചിന്തിച്ച ഒരു മനുഷ്യനാണ് ധനനായക പൗലോസ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷം താൻ പറയുന്ന വാക്കുകളാണ് റോമാലേഖനം 7:24 അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും?
ആ കാലത്ത് തടവിലാക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ പല നിലയിൽ പീഡിപ്പിച്ചിരുന്നു. അതിൽ ഒന്നായി കേട്ടിട്ടുള്ളത്, ജീവനുള്ള തടവുകാരൻ്റെ മേൽ മൃതദേഹം കെട്ടിവെച്ച് ആളെ സെല്ലിൽ ബന്ധനസ്ഥനാക്കുന്നു. മൃതദേഹം അഴുകിനാറിയതിൻ്റെ ദുർഗന്ധവും മൃതദേഹത്തിലെ പുഴുക്കൾ അരിക്കുന്ന വേദനയും സഹിച്ച് ജീവനുള്ളവൻ ഇഞ്ചിഞ്ചായി ദിവസങ്ങൾ കൊണ്ട് മരിക്കുന്നു. ഇതുതന്നെയാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ അവസ്ഥയും. ഈ അവസ്ഥയിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ ക്രിസ്തുനാഥനെ തള്ളിപ്പറയണമായിരുന്നു. ആ കഠിന ശോധനയിലും അനവധി ആളുകൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി മരണം വരിച്ചു. അപ്പോൾ അവരെ ഭരിച്ച വികാരമാണ് റോമാലേഖനം 8:35 മുതലുള്ളത്. ക്രിസ്തുനാഥൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് സാധിക്കുമോ? ഇത്രമാത്രം ക്ഷമയും സഹനവും മനുഷ്യന് താങ്ങാനാകുമോ? ഇങ്ങനെയും ഉള്ളതായിരിക്കുന്ന അവസ്ഥയിൽ ഞാനായാൽ എന്നെ ആര് വിടുവിക്കും? അതിൻ്റെ ഉത്തരമാണ് റോമാലേഖനം 7:25 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തിന്? റോമാലേഖനം 8:3 മുതൽ അതിന് ഉത്തരമുണ്ട്. ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു. ലോകത്തിൻ്റെ പാപത്തെ തൻ്റെ ശരീരത്തിൽ ചുമന്നും കൊണ്ട് കുരിശിൽ കയറി. ഓരോ പാപത്തിനുമുള്ള ശിക്ഷ അടികളാലും ആണികളാലും മുൾമുടിയാലും അനുഭവിച്ച് എല്ലാം പൂർത്തിയാക്കി. എന്താണ് പൂർത്തിയായത്? യേശു കർത്താവ് എന്തിന് ഭൂമിയിൽ വന്നോ അതാണ് പൂർത്തിയായത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുവെന്ന് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1:15 പറയുന്നു. പാപികളുടെ രക്ഷകന്റെ കുരിശുമരണം അത് സാധിച്ചു. അത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. സ്തോത്രം. എന്താ അതിൻ്റെ തെളിവ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അതിൻ്റെ തെളിവ്. ഭയപ്പെടേണ്ട, നിങ്ങളുടെ അനവധിയായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവൻ ഇന്നും ജയാളിയായി ജീവിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് ആശ്വാസം പ്രാപിച്ചവർ കൃപയിൽ ആശ്രയിച്ച് പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ പ്രാപ്തരാകുന്നു. അപ്പോസ്തലന്മാരടക്കം അനവധി നിസ്സാരന്മാർ അതിന് ഉത്തമ ഉദാഹരണങ്ങളും ആണ്. ആ നിലയിൽ ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്താൽ പ്രതികൂലങ്ങളെ ജയിച്ച് യോഗ്യരായി വിളങ്ങുവാൻ ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.